അപ്പോൾ ഇതാ നമ്മൾ കെട്ടിയിടിങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവള്ളൂരേക്ക് പെരുന്നാൾ കൂടാൻ പോവാണ് കേട്ടോ. അപ്പോൾ തിരുവള്ളൂർ എവിടെയാണെന്ന് ചോദിക്കരുത്, സ്ഥലം എനിക്കും അറിയില്ല. നമുക്ക് ചോദിച്ച് പോകാം. ഇത് നമ്മുടെ പ്രകൃതി ട്രെൻഡി വേസ് എടുത്തിട്ടുള്ള ടോപ്പാണ്. ആലിയക്കട്ട് മോഡലിൽ വരുന്ന നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. നല്ല രസമല്ലേ? അപ്പോൾ ഇതാ നമ്മൾ എപ്പോഴത്തെയും പോലെ റെയിൽവേ പാളമൊക്കെ ചാടിക്കടന്നിട്ടാണ് പോകുന്നത്. നമ്മൾ രണ്ടാളും കൂടിയാണ് കേട്ടോ പോകുന്നത്. വെയിലാകുന്നതിന് മുന്നേ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നല്ല വെയിലായിരുന്നു കേട്ടോ. നമുക്ക് തിരുവള്ളൂരേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം വടകരയ്ക്ക് പോകണം. അപ്പോൾ വടകരയിൽ എത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഓയിൽ മില്ല് ബസ് സ്റ്റോപ്പിൽ എത്തണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്കിത് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതാ നേരെ വടകര ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നമ്മുടെ തിരുവള്ളൂർ ബസ് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ബസ് വന്നേ. ഞങ്ങൾ രണ്ടാളും വേഗം അതിലേക്ക് ചാടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ബസ് കയറി ഇരുന്നപ്പോൾ അവൾ വിളിക്കുന്നത് തിരുവള്ളൂരിൽ ഇറങ്ങണ്ട, തൊട്ട് മുന്നേയുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പം നല്ലവനായ കണ്ടക്ടറോട് പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ കറക്റ്റ് അയാൾ എന്നെ തിരുവള്ളൂർ സ്റ്റോപ്പിൽ തന്നെ കൊണ്ടിറക്കി. അതുകൊണ്ട് എന്തോ പറ്റി, എനിക്ക് തിരിച്ച് ഓട്ടോയിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ആരെയാണാവോ ഞാൻ കണി കണ്ടത്. അവനെങ്ങാനും എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. പിള്ളേർക്ക് ഡയറി മിൽക്ക് വാങ്ങിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഡയറി മിൽക്ക് വേണ്ട, മിൽക്കി ബാർ മതിയെന്ന്. മിൽക്കി ബാർ വാങ്ങിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മിൽക്കി ബാർ വേണ്ട, ഡയറി മിൽക്ക് മതിയെന്ന്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയാണ് എന്നെ വീഡിയോ എടുക്കണ്ട, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഈ ദേഷ്യമാണ് മുഖത്തുള്ളത്. എൻ്റെ ദൈവമേ. അങ്ങനെ ഇതൊരുവിധം നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം മുബിയും അവളുടെ മോളും. ഈ മോള് ജനിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ കാണാൻ പോയിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുബിയുടെ വീട്. നമുക്ക് നല്ല വെയിലായിരുന്നു, നല്ല ചൂടുമായിരുന്നു കേട്ടോ. പക്ഷേ അവളുടെ വീട് ഒരു വയലിൻ്റെ പ്രദേശത്ത്, വയലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കാണുന്നതൊക്കെ വയലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വന്ന പാടന്നെ രണ്ടാളും കൂടെ മിഠായിയൊക്കെ നല്ലോണം തട്ടി വിടുന്നുണ്ടേ. കൂടാണ്ട് അവൾ ഫ്രിഡ്ജിലുള്ള കുറേ മിഠായിയും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരവിന് പിന്നെ മിഠായി എന്ന് പറഞ്ഞാൽ മരിക്കും. അങ്ങനെ അവർ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഞാനും കഴിച്ചു ഒരു സ്നിക്കേഴ്സ്. അപ്പോൾ അതിനുശേഷം നല്ല കായ്പോള ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒരുപാട് നട്ട്സും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇങ്ങനെ ഞാൻ എവിടുന്നും പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെങ്കിലും കഴിച്ചിട്ടില്ലായിരുന്നേ. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ 1 2 3 കഷ്ണം കായ്പോളയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവനോട് പറയാണ് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലത് കൊടുത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടല്ലോ. പിന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ കയറിയിട്ട് അവൾ മോളുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഈ വൈറ്റ് ആണ്, അത് അവൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല, വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് നിരത്തി രണ്ടാളും കൂടെ പൂരം കളിയായിരുന്നു കേട്ടോ. അവളുടെ സൈക്കിളിൽ ഇവൻ കയറി ഫുള്ള് ഓടിച്ച് കളിക്കുമായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു മുബീനൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാനിവിടെ നാട്ടിലോ അങ്ങനെ എന്തോ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കല്യാണ ആൽബവും മോളുടെ ഒരു ഇതൊക്കെ ചെയ്തതും അതൊക്കെ എനിക്ക് കാണിച്ചു തന്നേ. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അടിയിടന്ന് വാങ്ങുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ സെയ്മോളോട് ചോദിച്ചു, അയ്യോ വാപ്പേൻ്റെയും ഉമ്മേൻ്റെയും കല്യാണ ഫോട്ടോയിൽ സെയ്മോളില്ലല്ലോ, മോളെവിടെ പോയതാ, വാപ്പയും ഉമ്മയും മോളെ കൂട്ടാണ്ട് ബിരിയാണിയൊക്കെ കഴിക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ കൺഫ്യൂഷനാക്കി. മുബി എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ബാക്കി സെയ്മോളായിക്കോളും. ഇവരിതാ കളി മാത്രമല്ലേ, നല്ല പോരെ അടിയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ അടിച്ചു, ഇവൻ എന്നെ നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തീർക്കലായിരുന്നു ഞങ്ങൾക്ക് പണി. അവൾ ആദ്യമൊക്കെ അടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അവൾ സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. പണ്ടത്തെ കഥകളും പുതിയ കഥകളും പഴയ കഥകളും ഒക്കെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറയില്ലായി. നീ മെലിഞ്ഞു, നീ തടിച്ചു, നീ വെളുത്തു, നീ കറുത്തു, നിൻ്റെ മുഖത്ത് പാടുകളായി, എൻ്റെ മുഖത്തെ പാടുകൾ പോയി. അങ്ങനെയുള്ളതും ഇല്ലാത്തതായ എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ടോ. അപ്പോൾ അവൾ എനിക്കൊരു കാര്യം കാണിച്ചു തന്നു. അവളുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് അവൾ ഗൾഫിലേക്ക് അയച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ശരിക്കും അത്ഭുതപ്പെട്ട് നോക്കി. ഇത്ര കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കെട്ടിയവനൊരു ഗിഫ്റ്റും എൻ്റെ കെട്ടിയവൻ എനിക്കൊരു ഗിഫ്റ്റും ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ ഇവളിതാ കഷ്ടപ്പെട്ട് ഗൾഫിലേക്കൊക്കെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അത് വളരെ ആശ്ചര്യത്തോടെ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി, എനിക്ക് ഒരുപാട് സന്തോഷമായത് കേട്ടപ്പോൾ. അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ 2 മാസം ഉള്ളപ്പോൾ പോയതാണ് കേട്ടോ അവളുടെ ഗൾഫിലേക്ക്. പിന്നെ മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ മോളെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവൾ മോളുടെ പിക്കൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ. ഈ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. +2 മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചത്. വയനാട് പെണങ്ങോട് സ്കൂളിലാണ് കേട്ടോ +2 പഠിച്ചത്. അതുപോലെ തന്നെ ഡിഗ്രി ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു, ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ഈ താടിക്ക് കൊടുത്ത് പറയുന്ന കഥകൾ വേറൊന്നുമല്ല. എടീ അവൻ്റെ കല്യാണം കഴിഞ്ഞോ, ഇവളുടെ കല്യാണം കഴിഞ്ഞോ, കുട്ടികൾ എത്രയായി, 2 അവൻ ആരെയോ കല്യാണം കഴിച്ചേ, അവൻ ഇവളെയാണോ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളായിരുന്നു അതൊക്കെ.
അപ്പോൾ ഇതാ നമ്മുടെ സൈമോളുടെ കാത് കുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഇതെന്താടി കൊച്ചിൻ്റെ കാത് കുത്താത്തത്, ചെറുപ്പത്തിൽ തന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദന അങ്ങനെ അറിയില്ലല്ലോ, ഇനിയിപ്പോൾ വലുതാകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കൂലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ കുട്ടികൾക്കൊന്നും ചെറുപ്പത്തിലേ കാത് കുത്തൂല, അതൊരു കാത് കുത്തൽ കല്യാണമായിട്ട് കുറച്ച് 7-8 വയസ്സാകുമ്പോൾ ഒക്കെ ഒരു വലിയ ചടങ്ങായിട്ടാണ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ വയനാട്ടിലും നിലമ്പൂരൊന്നും ഇങ്ങനെ ഒരു ചടങ്ങൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. പിന്നെ ഇതാ 2 കയ്യിലിട്ട മൈലാഞ്ചൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ അതാ ആരോ പറയുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മളിതാ കഥയൊക്കെ പറഞ്ഞ് വീടിന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാം, വേഗം വാ. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് സേവ് തന്നെയാണേ. മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ ആള്, കയ്യും നീട്ടിയിട്ട് ഇതാ പോകുന്നതുണ്ടോ, വേഗം പോകാമെന്ന് പറഞ്ഞ് നമ്മളെയും കൂട്ടി പോവുകയാണ്. ഭയങ്കര ഉഷാറാണ് കേട്ടോ. ആദ്യമേ ഉള്ളൊരു ബുദ്ധിമുട്ടേ, പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഉഷാറാണ് കേട്ടോ ആള്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്, നമുക്ക് വേഗം പോവാം. ഇതാ നല്ല ഭംഗിയുള്ള വയലാണ്. ഈ വയൽ നികത്താൻ വേണ്ടിയിട്ട് ഇതാ മണ്ണൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടേ. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിലൂടെ വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ സൈമോളെയൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണേ. അപ്പോൾ ഇതാ മോളെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് സാധാ വയലല്ലേ, നെൽവയലാണ്. അതായത് പിന്നെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുമുണ്ട് കുറച്ച്, ഇനി കൊയ്യാനുള്ള നെല്ലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ എന്താ വിളയാറായിട്ടുള്ള നെല്ലും ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവളത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ കാണുന്നേ. എനിക്കെന്തോ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകണം, വെയിലായാലും കുഴപ്പമില്ല എനിക്ക് പോകണമെന്ന്. അപ്പോൾ ഇതാ നമ്മൾ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ, അങ്ങ് അറ്റത്തോളം ഉണ്ടേ വയൽ. ഇപ്പോൾ സുഖം, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചളിയൊന്നുമില്ല, വെയിലല്ലേ, നല്ല ചൂടായതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടാണ് കിടക്കുന്നത്. ഇത് നോക്ക്, ഇത് വിളഞ്ഞിട്ടില്ല കേട്ടോ, ഇതാവുന്നതേ ഉള്ളൂ നെല്ല്. അപ്പം മോനൊക്കെ പറഞ്ഞു കൊടുത്തു ഇതാണ് നെല്ല്, ഇതിലാണ് ചോറ് അരിയൊക്കെ ആവുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ, അവരൊക്കെ ഇത്, എൻ്റെ മോനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, ഞാൻ അവിടെ കിടന്ന് ഫുൾ ഷോ ആയിരുന്നു. വെയിലാണെങ്കിൽ കൂടി നല്ല കാറ്റായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മൾ നല്ല എന്താണ് കൊയ്യാറായില്ലേ, ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, ആ പാടത്തേക്ക്. അപ്പോൾ ഇത് ഒരു നെൽക്കതിരൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, ആരെങ്കിലും കണ്ടാൽ എന്നെ റെഡിയാക്കി കളയും. അപ്പോൾ ഇത് ഈ ഷോ കാണിക്കലിന് ഒരു കുറവും ഇല്ലാത്തതുകൊണ്ട് തന്നെ വയലിൽ നിന്ന് കയറിയപ്പോൾ കൈയും കാലും ചൊറിഞ്ഞ് പണ്ടാറിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ആ വൈക്കോലൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. പിന്നെ ഇതാ വെയിൽ മൂത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് ആയിട്ടുണ്ടായി. ഇത് കണ്ടോ, ഇത് നോക്ക് നല്ല പച്ചപ്പാണേ, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നോക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ പറഞ്ഞു മഴയാവുന്ന സമയത്ത് ഈ വയലൊക്കെ വെള്ളമായിട്ട് മൂടും, അപ്പോൾ അവർ തോണിയൊക്കെ ഇറക്കും ഇതിലൂടെ, എന്നിട്ട് തോണി തുഴയും, അതുപോലെ തന്നെ പിള്ളേരൊക്കെ നീന്താനൊക്കെ പോവും, ചെറിയ കുട്ടികൾ. സൈമോളൊക്കെ നീന്തി കളിക്കാനൊക്കെ പോകുമെന്ന് പറഞ്ഞു കേട്ടോ വെള്ളത്തിലൊക്കെ. ഇത് അവളുടെ വീട്ടിൽ മാവുണ്ടായിരുന്നേ, ആ മാവിലത്തെ മാങ്ങയെല്ലാം നമുക്ക് പറിച്ച് ഉപ്പും മുളകും കൂട്ടി തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു, പക്ഷെ വേണ്ട, അഥവാ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ കുടുങ്ങി പോവില്ലേ. അവൾ പറഞ്ഞതാ ഉപ്പിലിട്ട മാങ്ങയുണ്ട് വീട്ടിൽ, അതെടുത്ത് തരാമെന്ന്. ഇതാ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസമായി തോന്നുന്നതാ, മാങ്ങയൊക്കെ നല്ല ചുരുങ്ങിയിരിക്കുന്നുണ്ട്, ഉപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മോനാണ് കേട്ടോ കണ്ടുപിടിച്ചത്, അങ്ങനെ 2 എടുത്തു, പറയാതിരിക്കാൻ വയ്യ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളൊക്കെ. ഇതാദ്യം അവൻ തന്നെയാണ് കൊടുത്തത്, അവൻ ആദ്യം കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനൊന്നും എടുത്തിട്ടുണ്ടേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. 2-3 കൂടി എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. അവൾ അപ്പോഴേ പറഞ്ഞത് എന്നോട് നീ കൊണ്ടുപോയിക്കോന്ന്. അപ്പോൾ അവിടെ ഉമ്മയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു മോശമല്ലേ എടുക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ആലോചിച്ചിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിതാ മന്തിയാണ് കേട്ടോ അവൾ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ചിക്കൻ മന്തി. പിന്നെ ഇതാ മന്തീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു. അതുവരെ ഞാൻ അവിടെ വായും തുറന്നിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ദമ്മ് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. ബിരിയാണീനേക്കാളും ഇഷ്ടമാണ് ഇപ്പോൾ മന്തി, എന്താണെന്നറിയില്ല. എല്ലാവരും കുറേ ബിരിയാണി ഫാൻസൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് ആദ്യം ബിരിയാണി ആയിരുന്നു ഇഷ്ടം, പക്ഷെ മന്തി വന്നതിന് ശേഷം മന്തിയാണ് കേട്ടോ ഇഷ്ടം. മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം അങ്ങനെ കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ലെങ്കിൽ കൂടി നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ കഴിക്കാറുള്ളൂ, ഇതുപോലെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയാൽ. പിന്നെ അവളത് മസാലയൊക്കെ മിക്സാക്കി റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ അവളോട് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ
മിക്സൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മേശയിലേക്ക് നമ്മളെടുത്തു. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. ഭയങ്കര അവനും ഇഷ്ടമാണ് കേട്ടോ, മന്തി ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പറാണ്, നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ സെയ്മോള് ചോറ് തൊടുന്നില്ല, ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നമുക്ക് മന്തി ഉണ്ട്. പിന്നെ അവളൊരു മന്തി ചട്നി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് നമ്മുടെ പുഴുങ്ങിയ മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല, നല്ല ഹെൽത്തി അല്ലേ. പിന്നെ മന്തി ഒന്നും പറയാനില്ല, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ അടിപൊളിയായിട്ട് കിടുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ തലേ ദിവസം തന്നെ അവളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളിന് എന്താ ഫുഡ് വെക്കുന്നതെന്ന്. മന്തി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞതാണ് കേട്ടോ അവളോട്. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഇനി അവിടെ നിന്ന് ഉറങ്ങിപ്പോകും എന്ന അവസ്ഥയിലായപ്പോൾ തന്നെ മോൾ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ.